എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ആഗ്ര ഫോർട്ടിലാണ്. ഒരു കാലത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായിരുന്ന ആഗ്ര ഫോർട്ട്. 4 വശവും അഗാധമായ കിടങ്ങുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കോട്ട. നമ്മളിപ്പോൾ നേരെ കാണുന്ന ഈ ഗേറ്റിനെ അമർ സിംഗ് ഗേറ്റ് എന്നാണ് പറയുന്നത്. ഇതിന് അക്ബർ ദർവാസ എന്നൊരു പേരോടും ഉണ്ട്. ഇതിങ്ങനെ പേര് വരാൻ കാര്യം 15-ാം നൂറ്റാണ്ടിൽ രജപുത്രന്മാർ പണി കഴിപ്പിച്ച കോട്ടയാണിത്. പിന്നീട് അക്ബർ ചക്രവർത്തി അത് കൈവശപ്പെടുത്തുകയും ഈ കാണുന്ന രീതിയിൽ പിന്നീട് പുതുക്കി പണിയുകയും ചെയ്തു. 1565 8 വർഷം കൊണ്ട് ആണ് അദ്ദേഹം ഇത് പണി കഴിപ്പിച്ചത്. ഇതിന് ഒരു ഗേറ്റും, ആദ്യത്തെ ഒരു ഗേറ്റും രണ്ടാമതൊരു ഗേറ്റും കടന്നിട്ട് വേണം നമ്മൾ യഥാർത്ഥ കോട്ടയിലേക്ക് കടക്കാൻ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചുമതലയിലാണ് ഇപ്പോൾ ഈ കോട്ടയുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയോടും ഭംഗിയോടും കൂടി അവരത് സൂക്ഷിക്കുന്നുണ്ട്. നല്ല ചുവന്ന സാൻഡ്സ്റ്റോൺ ആണ് ഇതിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് ഇത്രയും വർഷങ്ങളായിട്ട്, ഇത്ര നൂറ്റാണ്ടുകളായിട്ടും ഒരു കേടുപാടോ ഒരു കുഴപ്പമോ ഇല്ലാതെ അതിപ്പോഴും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നന്നായി അത് പരിപാലിച്ചു പോകുന്നുണ്ട്. ഏറ്റവും നല്ല തെളിവാണ് അതിപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് തന്നെ. നേരെ മുന്നിൽ കാണുന്ന ഈ വഴിയിലൂടെയാണ് ചക്രവർത്തിമാർ ആനപ്പുറത്ത് എഴുന്നള്ളിയിരുന്നത്. ആനകൾക്ക് നടക്കാൻ പാകത്തിനായി ചെറിയ ചരിവോടുകൂടിയാണ് ഈ വഴി നിർമ്മിച്ചിരിക്കുന്നത്. ഈ വഴിയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രധാന കൊട്ടാരത്തിൻ്റെ വലത് സൈഡിൽ ജഹാംഗീർ മഹൽ കാണാം. നമുക്ക് പ്രധാന ഗേറ്റ് കടക്കുന്നതിന് മുമ്പേ ആദ്യം കാണുന്നത് ഈ ജഹാംഗീർ മഹലാണ്. ഇതിന് ചുറ്റും നല്ല പൂന്തോട്ടവും നല്ല വൃത്തിയായി ഭംഗിയായി ഒരുക്കി വച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് ജഹാംഗീർ മഹലിലേക്കാണ്. ഇവിടെ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഞാനൊരു ഷോർട്സ് നേരത്തെ ചെയ്തിരുന്നു. ഇദ്ദേഹം വളരെ നല്ല നീളമുള്ള മനുഷ്യനാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മനുഷ്യനാണെന്ന് എനിക്ക് അവകാശപ്പെടുന്നില്ല, പക്ഷേ 7 അടിയോളം ഹൈറ്റുള്ളൊരു മനുഷ്യനാണ്. ബിനുകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ ജഹാംഗീർ മഹലിലേക്ക് പോയി. ഈ ആഗ്ര കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തഃപുരം സ്ഥിതി ചെയ്യുന്നത് ഈ ജഹാംഗീർ മഹലിലാണ്. അക്ബറുടെ രജപുത്ര ഭാര്യമാരെല്ലാം വസിച്ചിരുന്നത് ഈ മഹലിലാണ്. ഇവിടെ ഈ നടുമുറ്റത്തൊരു വിശേഷപ്പെട്ട കാഴ്ചയുണ്ട്. ഇതൊരു കൽത്തൊട്ടിയാണ്. ഹൗസ് ഈ ജഹാംഗീർ എന്നറിയപ്പെടും. ഇതിൽ ബാത്ത് ടബായിട്ടാണ് ജഹാംഗീർ ചക്രവർത്തി ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഇറങ്ങിയാണ് അദ്ദേഹം കുളിച്ചിരുന്നത്. അക്ബറിന് ശേഷം വന്ന ജഹാംഗീർ അക്ബറിനെ പോലെ തന്നെ ധാരാളം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ രജപുത്ര രാജ്ഞിയായ ജഗത് ഹോസൈനെ മാത്രമേ ഇവിടെ താമസിപ്പിച്ചിരുന്നുള്ളൂ. ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതി കണ്ടാൽ ഹിന്ദു മുസ്ലിം വാസ്തുവിദ്യയുടെ സമ്മിശ്ര രൂപമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ മിനാരങ്ങളും തൂണുകളും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മതത്തിൻ്റെയും വാസ്തുവിദ്യ സമ്മിശ്രമായി ചേർത്തുണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു പക്ഷേ രജപുത്ര രാജകുമാരിമാരെ ഇവർ ധാരാളം വിവാഹം കഴിച്ചിരുന്നു. അക്ബറും ജഹാംഗീറും ഷാജഹാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഹിന്ദു വാസ്തുവിദ്യ കൂടി ഇതിൽ ചേർന്ന് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മതിലിനോട് സമാനമായ രീതിയിലാണ് ഈ ഭാഗം കാണുന്നത്. ഇവിടെ ഈ കൊട്ടാരം അവസാനിക്കുകയാണ്. അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും കൊട്ടാരം കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് ഷാജഹാൻ്റെ കൊട്ടാരത്തിലേക്കാണ്. 1628 മുതൽ 30 വർഷം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ കൊട്ടാരം. ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന മുഗൾ വാസ്തുകലയുടെ നിർമ്മിതികൾ പലതും ചെയ്തത് ഷാജഹാനാണ്. താജ്മഹൽ മാത്രമല്ല, ഡൽഹിയിലെ റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ്, മോട്ടി മസ്ജിദ്, അങ്ങനെ ഒരുപാട് നിർമ്മിതികൾ ഷാജഹാൻ്റെ കാലത്താണ് ഉണ്ടായത്. നേരെ മുന്നിൽ കാണുന്ന ഈ മാർബിൾ പവലിയനിലാണ് വൈകുന്നേരങ്ങളിൽ മുംതാസും ഷാജഹാനും സമയം ചെലവഴിച്ചിരുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല ആ കൊട്ടാരത്തിൽ ആ സമയത്ത്. നല്ല ഫർണിച്ചറുകളും കർട്ടനും അങ്ങനെ ധാരാളം പരിചാരകരും ഒക്കെ ഉള്ള ഒരു നല്ല സ്ഥലമായിരുന്നു ഈ മാർബിൾ പവലിയൻ. ഈ പവലിയനിൽ നിന്നാലും നമുക്ക് അങ്ങനെ യമുനയുടെ തീരത്ത് താജ്മഹൽ കാണാൻ പറ്റും.
ഈ പവലിനോട് ചേർന്ന് തന്നെയാണ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും കിടപ്പറയായ കാസ് മഹൽ. കാസ് മഹലിനെ പശ്ചാത്തലമാക്കി ധാരാളം ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജഹാൻ ചക്രവർത്തിക്ക് 350 ഭാര്യമാരുണ്ടായിരുന്നു. മുംതാസും ഷാജഹാനും മാത്രം ഇവിടെ താമസിക്കും. ബാക്കിയുള്ള ഭാര്യമാരെല്ലാം താമസിക്കുന്നത് ഈ കാസ് മഹലിന് ചുറ്റിലുമുള്ള മുറികളിലാണ്, ഈ കാണുന്ന മുറികളിലാണ്. എന്താ അല്ലേ? കാസ് മഹലിൻ്റെ അകത്തുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. മനോഹരമായ കൊത്തുപണികൾ ചെയ്ത മാർബിൾ പാകിയിരിക്കുകയാണ് ഈ കാസ് മഹലിന് ഉൾവശത്ത്. ധാരാളം രത്നങ്ങളുമൊക്കെ അവിടെ പതിപ്പിച്ചിരുന്നു. അതെല്ലാം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയെന്നാണ് ചരിത്രം പറയുന്നത്. അന്നത്തെ കാലത്ത് ഇത് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അന്ന് യാതൊരുവിധ കമ്പ്യൂട്ടറോ യന്ത്രത്തിൻ്റെ ഒരു സഹായമില്ലാതെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നുള്ള കാര്യം ഓർക്കണം. ഒരുപക്ഷെ ഇന്ന് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നിങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് 10-15 വർഷം കഴിയുമ്പോൾ ഇടിഞ്ഞു വീണിരിക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ വേറെ സംഭവം നടക്കുന്നുണ്ട്. കുറേ വിദേശികളെ കൊണ്ടുവന്നിട്ട് ഒരു മൂലയിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ മൂലയിൽ ചെവി വെച്ചുകൊണ്ടിരുന്നാൽ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെവിയൊക്കെ വെച്ചുകൊണ്ടിട്ട് എനിക്ക് പ്രത്യേകം തോന്നിയില്ല. ഗൈഡ് അവരെ പറ്റിച്ചാണോ എന്നറിയില്ല. എന്തായാലും എല്ലാ സായിപ്പന്മാരും അത് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഷാജഹാൻ തടങ്കലിൽ കിടന്ന സ്ഥലം കാണാനാണ്. അധികാരക്കൊതി മൂത്ത മകൻ ഔറംഗസീബ് സഹോദരങ്ങളൊക്കെ വകവരുത്തിയതിനു ശേഷം സ്വന്തം പിതാവായ ഷാജഹാനെ ഈ കാണുന്ന ഈ മാർബിളുകൊണ്ട് രത്നവും മുത്തും പവിഴവും ഒക്കെ പതിപ്പിച്ച ഈ സ്ഥലത്ത് നീണ്ട 8 വർഷം തടങ്കലിലിട്ടിരുന്നു. ഇതിൻ്റെ തൂണുകളിലും ഇതിൻ്റെ ചുവരുകളിലെല്ലാം ധാരാളം രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഒക്കെ പതിപ്പിച്ചതായിരുന്നു. ഇതിൽ പലതും കാലാകാലങ്ങളിൽ ആൾക്കാർ ഇളക്കിക്കൊണ്ടുപോയി. കൂടുതലും ഇളക്കിക്കൊണ്ടുപോയത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ നാട്ടുകാരായ കുറച്ച് ആൾക്കാരും ഇതിൽ കൈകയറി കുറച്ച് സാധനം ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് അകത്തേക്ക് പ്രവേശനമില്ല, പുറത്തുനിന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മൾ ഈ കാണുന്ന ചുവപ്പും നീലയും പച്ചയൊക്കെ ഇപ്പോഴും നിലവിലെടുത്ത മുത്തും പവിഴമൊക്കെ അവിടെ ഉണ്ട്. കുറേയൊക്കെ ഇളക്കിക്കൊണ്ടും പോയിട്ടുണ്ട്. നോക്കൂ, നമുക്ക് അടുത്ത് വരുമ്പോൾ കാണാം പച്ചയ്ക്കകത്ത് കല്ലുണ്ട്. തൊട്ട് താഴെ ആ വെള്ളയെ കല്ലില്ല, പച്ചയിലുണ്ട്. ആ വെള്ളയായിട്ട് കാണുന്നത്, ഈ വെള്ളയായിട്ട് കാണുന്നതൊക്കെ കല്ലിളക്കൊണ്ട് പോയതാണ്. ഈ തടങ്കലിൽ കിടന്ന് അദ്ദേഹത്തിന് ആകെ കാണാൻ പറ്റുന്നത് അദ്ദേഹം മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി പണിത ഈ താജ്മഹൽ മാത്രമാണ്. ഷാജഹാൻ്റെ തടവറയ്ക്ക് സമീപമുള്ള പടവുകൾ കയറി ഞാൻ മുകളിലേക്ക് ചെന്നു. അവിടെ ആദ്യം കാണുന്നത് ഒരു മസ്ജിദാണ്. മിനാ മസ്ജിദ് എന്നാണ് അതറിയപ്പെടുന്നത്. മസ്ജിദ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ വിശാലമായൊരു മട്ടുപ്പാവും താഴെ വിശാലമായ ഒരു പുല്ലുകാകിയ സ്ഥലവും കാണാം. ഇത് മിനാ ബസാറാണ്. ശരിക്കും ഒരു ബസാർ തന്നെയാണ്. അന്നത്തെ കാലത്ത് അന്തഃപുരത്തിലെ സ്ത്രീകൾ ഈ മട്ടുപ്പാൽ വന്നിരിക്കുകയും ഈ താഴെ ഈ കാണുന്ന സ്ഥലത്ത് കച്ചവടക്കാർ സാധനങ്ങൾ കൊണ്ട് നിരത്തുകയും മട്ടുപ്പാവിലിരുന്ന സ്ത്രീകൾ അത് സെലക്ട് ചെയ്യുകയും അത് കൊട്ടാരം വാങ്ങി വിൽക്കുകയും ചെയ്യും. ഇതായിരുന്നു ഇതിൻ്റെ ഒരു രീതി. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പുറത്തു പോയി ഒരു സാധനവും വാങ്ങാനുള്ള അധികാരമില്ലായിരുന്നു. മിനാ ബസാറിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഇതാണ് ദിവാനി കാസ്. ചക്രവർത്തിയുടെ അടുത്ത സുഹൃത്തുക്കൾ, പ്രഭുക്കന്മാർ, പണ്ഡിതന്മാർ ഇവരൊക്കെ സ്വകാര്യമായി ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ദിവാനി കാസ്. പിന്നീട് നടന്നെത്തുന്നത് ഈ കാണുന്ന ദിവാനി ആമിലേക്കാണ്. ഇവിടെ ഇരുന്നാണ് ചക്രവർത്തി പൊതുജനങ്ങളുടെ പരാതി കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നത്.
ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ആഗ്ര കോട്ടയിൽ ചെലവഴിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.